സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് റസ്റ്റ് അറേസ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് അറേ? അറേ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണ ഒരു വാല്യൂ സ്റ്റോർ എന്ത് ചെയ്യുന്നത് നമ്മൾ വേരിയബിൾസ് ഉപയോഗിക്കും. പക്ഷേ വേരിയബിൾസ് നമുക്ക് ഒരു സമയത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വാല്യൂക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറേ ഉപയോഗിച്ചാൽ എനിക്ക് മൾട്ടിപ്പിൾ വാല്യൂ സ്റ്റോർ ചെയ്യാം ഒരു വേരിയബിൾ ഉപയോഗിച്ച്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ വാല്യൂസ്. അപ്പോൾ ഇതങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ VS Code ഓപ്പൺ ചെയ്യാം. അറേ റേറ്റ് ചെയ്യാം. ലെറ്റ് A is equal to bracket 1 2 3 4 5. ഓക്കെ, 5 വാല്യൂസ് കൊടുത്ത് ഞാൻ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് അല്ല എ. പിന്നെ ഈ സാധനം കൊടുക്കാൻ മറക്കരുത്, കോളൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ പ്രിന്റ് കാണിച്ചു തരാം. കണ്ട ഔട്ട്പുട്ട് വന്നു. കണ്ട ഞാൻ ഒറ്റൊരു വേരിയബിൾ കൊടുത്തുള്ളൂ, പക്ഷെ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ആക്കി ഞാൻ. ഇനി നമുക്ക് ഓരോ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എന്ത് ചെയ്ത് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വേരിയബിൾ ഇട്ടിരുന്നു. അതല്ല എന്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എടുത്ത്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്താ, നമ്മൾ അരേ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കാൻ വേണ്ടി പറയുന്നതാണ്. റെസ്റ്റോറൻറ്റ് പറയുകയാണ് നമ്മൾ ഒരു അരേ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ വാല്യൂസ് കൊടുത്ത് മൾട്ടിപ്പിൾ വാല്യൂസ്. അതെന്ത് ചെയ്ത് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ വേരിയബിളിൻ്റെ പേരും കൊടുത്ത് പിന്നെ ഒരു കോളൻ ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്ത്. ഈ കോളം ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിച്ചോ ഇതൊരു ടൈപ്പ് ഒരു ഫോർമാറ്റാണ്. നിങ്ങൾ C പഠിച്ച് നിങ്ങൾക്ക് അറിയിക്കും ഫോർമാറ്റ് സ്പെസിഫയർ എന്ന സാധനം കേട്ടിട്ടുണ്ടാവും, %D എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുപോലെ സാധനം എനിക്ക് വിചാരിക്കുക നിങ്ങൾ അരേ സ്ട്രക്ചർ ഇനംസ് അങ്ങനെ സാധനം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൊത്തം പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരെണ്ണം വെച്ച് ആവശ്യമില്ല. പക്ഷെ മൊത്തം ഒരു ഡീബഗ് മോഡ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു ഡെവലപ്പറിനെ കാണണം, അങ്ങനെ നമുക്കും കാണണം. അങ്ങനത്തെ ഒരു സാധനം എനേബിൾ ചെയ്യാൻ വേണ്ടി സാധനം ഉപയോഗിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും ആവശ്യമില്ല. നിങ്ങൾ വിചാരിച്ചോ ഇതൊരു ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. ഒരു ടൈപ്പ് പറയാൻ വിചാരിച്ചത്, ഈ അരയുടെ ടൈപ്പ് പറയാൻ ഉപയോഗിക്കുന്ന ഇതെന്ന് വിചാരിച്ചത്. അത് ഇതുകൊണ്ട് ആവശ്യമില്ല. എനിക്ക് ഒരു വാല്യൂ ആക്സസ് ചെയ്യാൻ മതിയെങ്കിൽ കാരണം അരയിൽ ഇങ്ങനെ വാല്യൂസ് ആക്സസ് ചെയ്യുന്ന പറഞ്ഞേക്കാം. എനിക്കിപ്പോൾ ഒരു വാല്യൂ ആക്സസ് ചെയ്യാൻ ഒരു ബ്രാക്കറ്റ് കൊണ്ട് ഇടും, സ്ക്വയർ ബ്രാക്കറ്റ്. അത് കഴിഞ്ഞ് ഞാൻ ഇൻഡെക്സ് വെക്കും. ഇപ്പം ഇൻഡെക്സിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ ചെറിയ പറഞ്ഞുതരാം. ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പർ വെച്ച് നിങ്ങൾക്ക് വാല്യൂസ് ആക്സസ് ചെയ്യാം. അതായത് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 സാധാരണ സ്റ്റാർട്ട് ചെയ്യാനാണ് കൗണ്ടിങ്, പക്ഷേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അപ്പോൾ ഞാൻ 0 എടുത്തു. 0 എന്ന് വെച്ചാൽ ഫസ്റ്റ് വാല്യൂ, 1 എന്ന് വെച്ചാൽ സെക്കൻഡ് വാല്യൂ, 2 എന്ന് വെച്ചാൽ തേർഡ് വാല്യൂ. അങ്ങനെ എനിക്ക് മാക്സിമം എനിക്ക് തേർഡ് വാല്യൂ ആണ്. അപ്പോൾ എന്ത് 2 കൊടുക്കും. 0 2 0 1 2 മൂന്നാമത്തെ വാല്യൂ. ഓക്കെ, 0 സ്റ്റാർട്ട് ചെയ്യാൻ 2 വരുള്ളൂ. ഓക്കെ, കാരണം മൂന്നാമത്തെ വാല്യൂ ആക്സസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ എനിക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഒരു വാല്യൂ ആക്സസ് നിങ്ങൾക്ക് ആ സ്പെസിഫയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു ഡാറ്റയും സ്പെസിഫൈ ചെയ്യാം. സ്പെസിഫൈ ചെയ്യണം. സെയിം തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ കണ്ടാവും I32 സെമിക്കോളൻ ആൻഡ് എത്ര ഉണ്ട് വാല്യൂസ്. ഇവിടെ എത്ര ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ 5 കുറവുണ്ട്. കണ്ടാ. അപ്പോൾ എന്താ പറയുക, I32 ടൈപ്പ് എന്ന് വെച്ചാൽ അപ്പോൾ ഡാറ്റ ടൈപ്പ് ചെയ്താൽ I32 അത് 5 വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാല്യൂ സ്റ്റോർ ചെയ്യാം, പക്ഷേ ഡാറ്റ ടൈപ്പ് സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ I32 ആണെങ്കിൽ ഇത് മൊത്തം I32 ആയിരിക്കണം. എനിക്ക് I32 I64 സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, I64 ചാർ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പിന്നെ ബൂലിയൻ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ സെയിം ഡാറ്റ ടൈപ്പുള്ള മൾട്ടിപ്പിൾ വാല്യൂസ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വേണമെങ്കിൽ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രിക്കാണ്. നിങ്ങൾ ഓർത്തേക്കാം. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് കൊടുക്കാനുള്ള സിമ്പിളായിട്ട് കൊടുക്കുകയാണ്. ഡാറ്റ എടുക്കുക, എന്തെങ്കിലും എന്ത് ചെയ്യണം, ഒരു വാല്യൂ എടുക്കുക. എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാൻ ഒരു 5 കൊടുക്കുകയാണ്. ആദ്യം പറയുകയാണ് 5, ഒരു 10 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താ, 5, 10. ഇത് സിമ്പിൾ ട്രിക്ക് എന്ന് പറയാമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ 5 ഉണ്ടാ ഇത് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ലൂപ്പ് പോലെ ഞാൻ പറയാം, ലൂപ്പല്ല പക്ഷേ റിപ്പീറ്റേഷൻ ചെയ്യുക. എന്ന് വെച്ചാൽ എൻ്റെ ഈ അരയിൽ ഈ 5 വാല്യൂ ഇല്ലേ, 5 വാല്യൂ 10 പ്രാവശ്യം സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഞാൻ അത് പ്രിന്റ് ചെയ്യാൻ അപ്പോൾ എനിക്ക് മനസ്സിലാവും. സ്പെസിഫയർ കൊടുക്കുക. നമ്മൾ കാണാൻ പറ്റും 5 വാല്യൂ. 5 എന്ന് വെച്ചാൽ 5ന് വാല്യൂ അത് 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 കണ്ട 10 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് റിപ്പീറ്റേഷൻ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ വാല്യൂ എടുക്കുമ്പോൾ 15 കൊടുക്കുക, 15 തന്നെ വാല്യൂ 10 പ്രാവശ്യം സ്റ്റോർ ചെയ്യാൻ. കണ്ട, അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് അരേ എന്ന് വെച്ചാൽ എന്താ, ഒരു വേരിയബിൾ മൾട്ടിപ്പിൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അരേ, ബട്ട് അതിൻ്റെ ഡാറ്റ ടൈപ്പ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.